ലൈംഗിക കാര്യത്തിൽ സ്ത്രീകൾക്ക് വളരെയേറെ വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ യോനിയുടെ അയവ് അല്ലെങ്കിൽ വജൈന ലൂസായി പോകുന്ന അവസ്ഥ. പുരുഷ പങ്കാളി വജൈന ലൂസായി അതുകൊണ്ട് ബന്ധപ്പെടുമ്പോൾ ഒരു സംതൃപ്തി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പിന്നെ ലൈംഗികത എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയും നിരാശയും ആയിരിക്കും. കാരണം ഇനി ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ലേ, ഇനി ഭർത്താവിനോട് എന്നോടുള്ള താല്പര്യം കുറയും അല്ലെങ്കിൽ സ്നേഹം കുറയുമോ, അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ വരുത്തി വെക്കാറുണ്ട്. എന്നാൽ വജൈന ലൂസായി എന്ന ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുകയോ അല്ലെങ്കിൽ ചികിത്സ തേടുകയോ ഒന്നും ചെയ്യുകയുമില്ല. വജൈന ലൂസാവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രസവം സ്ത്രീകളുടെ വജൈന ലൂസാവുന്നതിന് കാരണമാകാറുണ്ട്. അതായത് തുടർച്ചയായിട്ട് വജൈന വഴി പ്രസവിക്കുന്ന സ്ത്രീകൾക്ക്, അതായത് സിസേറിയൻ അല്ലാത്ത നോർമൽ ആയിട്ടുള്ള ഡെലിവറി ചെയ്യുന്ന സ്ത്രീകൾക്ക് വജൈന ലൂസാവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ മസിലുകളൊക്കെ വീക്കാവുന്നതും വജൈന ലൂസാവുന്നതിന് കാരണമായി തീരാറുണ്ട്. സ്ത്രീ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണുകളുടെ വ്യതിയാനങ്ങളും യോനിയുടെ മുറുക്കത്തെ ബാധിക്കാറുണ്ട്. ആർത്തവ വിരാമത്തിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ഇതിനനുസരിച്ച് നമ്മുടെ യോനി മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ആർത്തവ വിരാമത്തിന് ശേഷം വജൈന ലൂസായി കാണപ്പെടാറുണ്ട്. പിന്നെ വ്യായാമക്കുറവും യോനി യൂസാവുന്നതിന് കാരണമാകാറുണ്ട്. അപ്പൊ ശാരീരികമായിട്ടുള്ള ഒരു അധ്വാനവും ഇല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലായിരിക്കും. പ്രത്യേകിച്ചും അടിവയറിന്റെ ഭാഗത്ത്, ഇടുപ്പിന്റെ ഭാഗത്തൊക്കെ ധാരാളം കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അത്തരം സ്ത്രീകളിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് യോനി യൂസാവുന്നതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ മറ്റു പല കാരണങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ തെറ്റായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. നമ്മുടെ വജൈനയ്ക്ക് അതല്ലെങ്കിൽ യോനിക്ക് എന്തെങ്കിലും മുറിവോ ക്ഷതവോ ഉണ്ടാവുന്ന രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, തെറ്റായ രീതിയിൽ സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ മെൻസ്ട്രുവൽ കപ്പൊക്കെ എന്ന് ഉപയോഗിക്കുന്ന സ്ത്രീകൾ വളരെയധികം കൂടുതലാണ്. കൃത്യമായ രീതിയിലല്ല ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു.